ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലെത്തിയിട്ടുള്ള ഒരു പുതിയ ആപ്പുമായിട്ടാണ്. കട്ട് പ്ലസ് മിക്സ് സ്റ്റുഡിയോ എന്നാണ് ഇതിൻ്റെ പേര്. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോ കട്ട് ചെയ്തെടുക്കുക എന്നാണ് ഇതിൻ്റെ പ്രവർത്തനം രീതി. കമ്പ്യൂട്ടറിൽ നമുക്ക് കാണാവുന്നതാണ്. ഫോട്ടോഷോപ്പ് വെച്ചിട്ട് എത്ര സിമ്പിളായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്തെടുക്കുക, അത് എളുപ്പത്തിൽ തന്നെ. ഇപ്പോൾ നമ്മളെ ഫോണിലും അത് ലഭ്യമായിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഓപ്പൺ ചെയ്യുകയാണ്. ആദ്യം നമുക്ക് അലോ ചെയ്യാനുള്ളവരൊക്കെ അലോ ചെയ്യുക. അതിനുശേഷം ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആഡ് ക്ലിക്ക് ചെയ്യുക. ഇത് ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ കാണിക്കും, പക്ഷേ നിങ്ങൾ ആഡ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ഗാലറി എടുക്കുക. അതിൽ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഓട്ടോ കട്ട് ഉണ്ടാവും, മാനുവൽ കട്ട് ഉണ്ടാവും, ഷേപ്പ് കട്ടൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടെടുക്കുക. പക്ഷേ ഞാൻ അതിൽ നിന്ന് കാണിക്കാൻ പോകുന്ന ഓട്ടോ കട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ആദ്യം നമ്മളിതിന് വട്ടം ഇടണം, പോവാതിരിക്കാൻ. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചെടുക്കുക. കറക്റ്റായിട്ടെല്ലാം കട്ട് ചെയ്ത് കിട്ടും. എല്ലാ റിസ്ക്കൊന്നുമില്ല. നമ്മൾ മറ്റേ വരച്ച് കൊണ്ടുവരാൻ കുറേ ബുദ്ധിമുട്ടാണ്. അതിനായിട്ട് എത്രയോ എളുപ്പമാണിത്. കറക്റ്റായി തന്നെ നമുക്ക് വെട്ടി കിട്ടാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് വരച്ചെടുത്താൽ മതി, വല്ലാത്ത ബുദ്ധിമുട്ടൊന്നുമില്ല. ആണെങ്കിൽ ഒന്നുപോലെ ക്ലിയർ ആയിട്ട് ചെയ്യണമെങ്കിലോ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫുള്ളിതാ സെക്കൻഡ്സ് കൊണ്ടാണ് ഞാനിത് സിമ്പിളായി കട്ട് ചെയ്തെടുത്തത്. നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്തിട്ട് ഇത് ആദ്യം ടിക്ക് അടിക്കുക. അതിനുശേഷം നമുക്ക് ലാപ്പ് കിട്ടി ഒരു ഫോട്ടോ കട്ട് ചെയ്ത് ക്ലിയർ ആയിട്ട് എടുത്താൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആഡ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം. വേണ്ട ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സ്പെഷ്യലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും ഇല്ല. അങ്ങനെ തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക, കട്ട് ചെയ്യുക. പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഒന്നും കൂടി എഡിറ്റിലേക്ക് പോകാം, അല്ല സേവ് ചെയ്യാം. വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്യുക. ഒരു സിസറിൻ്റെ ചിഹ്നം കാണിച്ചിട്ടുണ്ടാവും, സിമ്പിൾ, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്കിത് ഷേപ്പ് വേണമെങ്കിൽ സ്മൂത്ത് ആക്കുക, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ വരുന്നതാണ്, അത് ക്ലിക്ക് ചെയ്യുക.